പുള്ളിക്ക് പക്ഷേ 42 വയസ്സോളം ഉണ്ടായിരുന്നു. പുള്ളി ഇവിടെ മൗലാന ഹോസ്പിറ്റലിൽ ഒരു ആൻജിയോഗ്രാം ചെയ്തപ്പോൾ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടായി. ബ്ലോക്ക് മാറ്റി, പക്ഷേ വെന്റിലേറ്ററിലായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ പുള്ളിയുടെ ചോദ്യം യങ്ങായിട്ടുള്ള ആളുകൾ കുഴഞ്ഞു വീഴുന്നതിൻ്റെ കാര്യമാണ്. ഞാൻ പറഞ്ഞു 35 വയസ്സിന് മേലുള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇങ്ങനെ കുഴഞ്ഞു വീഴാൻ കാരണം രക്തക്കുഴലിലുള്ള ബ്ലോക്ക് തന്നെയാണ്, ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് കാരണം. പക്ഷെ 35 വയസ്സിന് താഴെയുള്ള ആളുകളിൽ അരിത്മിയ എന്ന് പറയും നമ്മൾ. അരിത്മിയ പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയമിടിപ്പിൻ്റെ താളവ്യത്യാസം കാരണം വരുന്ന ഹൃദയസ്തംഭനാണ്. ഹൃദയം താളം തെറ്റി തുടിക്കുക, ഇങ്ങനെ ഒരു താളത്തിൽ തുടിക്കുന്നത് പോലെ, ഇങ്ങനെ വിറയ്ക്കുന്നത് പോലെ, വളരെ സ്പീഡിൽ ഇങ്ങനെ വിറയ്ക്കുന്ന പോലെ അവസ്ഥ വരുന്നതാണ് നമ്മൾ അരിത്മിയ എന്ന് പറയും. ഹൃദയത്തിൻ്റെ താളവ്യത്യാസം വരുന്ന അസുഖങ്ങളാണ്. അത് ധാരാളം അസുഖങ്ങളുണ്ട്. അതിൽ കാർഡിയോമയോപ്പതീസ് എന്ന് പറഞ്ഞാൽ ഹൃദയപേശികളെ ബാധിക്കുന്ന അസുഖമാണ് കോമൺ ആയിട്ട് കാണുന്നത്. അത് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി പറഞ്ഞ് ഹാർട്ടിൻ്റെ ഹൃദയഭിത്തികൾക്ക് കട്ടി കൂടുന്ന അസുഖമുണ്ട്. വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളിൽ കാണാം, സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്ന. ഏറ്റവും കൂടുതൽ സ്പോർട്സ് താരങ്ങൾ മരണപ്പെടുന്നത് ഈ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞിട്ടുള്ള ഹാർട്ടിൻ്റെ മസിലിന് കട്ടി കൂടുന്ന ഒരു അസുഖമുണ്ട്. അത് പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. ജനറ്റിക് ആയിട്ടുള്ള അസുഖമാണ്. അവരുടെ കുടുംബത്തിലുള്ള അച്ഛനമ്മമാർക്കോ സഹോദരങ്ങൾക്കോ അങ്ങനെ ആർക്കെങ്കിലും ഈ അസുഖം ഉണ്ടാവും. അത് അങ്ങനെ കിട്ടുന്നതാണ് ആ അസുഖം. പിന്നെ ചില ആളുകൾക്ക് നമുക്ക് ഹാർട്ടിൻ്റെ മസിൽ വീങ്ങി വീർക്കുന്ന അസുഖം, ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി എന്ന് പറയും. അതുപോലെ 7% മുതൽ 8% പേഷ്യൻസിന് ഈ മയോകാർഡൈറ്റിസ് എന്ന് പറഞ്ഞ് നമുക്ക് ധാരാളം പേഷ്യൻസ് വരാറുണ്ട്. പനി വന്നു, പ്രത്യേകിച്ചും വൈറസ് പനികൾ. നമ്മൾ നേരത്തെ പറഞ്ഞു, കോവിഡ് പനി പറഞ്ഞു. അതുപോലുള്ള വൈറസ് പനികൾ, ഏത് പനികളും ആവാം, ഹൃദയ പേശികളെ ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം. അപ്പോൾ അതിന് മയോകാർഡൈറ്റിസ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അതൊരു കാരണമാണ് 8% പേഷ്യൻസിൽ. മറ്റൊരു 8% പേഷ്യൻസിൽ ഈ ഡയലേറ്റഡ് കാർഡിയോമയോപ്പതീസ് പറയുന്ന കാര്യങ്ങൾ കാരണമാണ്. പിന്നെ നമുക്ക് അരിത്മോജനിക് ആയിട്ടുള്ള ചാനലോപ്പതീസ് എന്ന് പറയുന്ന, അയോൺ ചാനലോപ്പതീസ് എന്ന് പറയുന്ന കുറേ അസുഖങ്ങളുണ്ട്. ലോങ് ക്യൂട്ടി സിൻഡ്രോം. ചില പേഷ്യൻസ് ഉണ്ട്, അവർക്ക് പെട്ടെന്നൊരു ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് അവർ കുഴഞ്ഞു വീഴും. ഒരു ഫോൺ, പണ്ടത്തെ ഫോണല്ലേ ഇങ്ങനെ ഒരു പ്രത്യേക റിങ്ങിലടിക്കണ അങ്ങനത്തെ റിങ് ചെയ്യണ തരം ഫോൺ. അപ്പോൾ നമ്മൾ ആ ഫോണിൻ്റെ റിങ് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പെട്ടെന്നുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പോലും കുഴഞ്ഞു വീഴുന്ന ആളുകളുണ്ട്. മനസ്സിലായി? അപ്പോൾ അത് ഒരു പ്രത്യേകതരം അസുഖമാണ്, ലോങ് ക്യൂട്ടി സിൻഡ്രോം എന്ന് പറയും അതിനെ. അത് ഹൃദയത്തിൻ്റെ താളവ്യത്യാസം ഉണ്ടാക്കുന്ന അസുഖമാണ്. അപ്പോൾ അങ്ങനെയുള്ള പെട്ടെന്ന് ഈ ഹൃദയമിടിപ്പിൻ്റെ താളവ്യത്യാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ജനിതകമായിട്ടുള്ള അസുഖങ്ങളുണ്ട്. അതാണ് ഈ കുട്ടികളിലും വളരെ ചെറുപ്പമായിട്ടുള്ള ആളുകളിലും പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ടൊരു കാരണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു,